മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നതും. ADGP RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നതും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും എതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെയും റാം മാധവിനെയും 10 ദിവസത്തെ ഇടവേളയിൽ ADGP കണ്ടത് എന്തിന്? RSS നേതാക്കളുമായി മണിക്കൂറുകൾ ചർച്ച നടത്തിയത് എന്തിന്? മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായല്ലേ ADGP RSS നേതാക്കളെ സന്ദർശിച്ചത്? ഇതേ ADGP ഉപയോഗിച്ച് BJPയെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെയല്ലേ തൃശൂർ പൂരം കലക്കിയത്? പ്രതിപക്ഷത്തിനൊപ്പം LDFിലെ ഘടക കക്ഷികളും ADGPക്കെതിരെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിന്? കോവളത്ത് റാം മാധവ് ADGP കൂടിക്കാഴ്ച നടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ? 10 ദിവസമായി ഒരു CPM MLA പരസ്യമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ? പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാതലായ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് മുഖ്യമന്ത്രി നിങ്ങൾ. പിണറായി വിജയനും CPMഉം RSSുമായുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിലല്ലേ EP ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത്? അങ്ങനെയെങ്കിൽ കേരളത്തിലെ BJP ചുമതലയുള്ള പ്രഭാരിയായ ജാവ്ദേക്കറെ 4-5 തവണ കണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയല്ലേ ആദ്യം പുറത്താക്കേണ്ടിയിരുന്നത്? RSS നേതാക്കളെ നിരന്തരം സന്ദർശിച്ച് ചർച്ച നടത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രം അറിയുന്ന കേരള ജനത അവജ്ഞതയോടെ തള്ളിക്കളയും. 1977 RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA ആയിരുന്നു പിണറായി വിജയൻ. അന്ന് ഉദുമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ RSS നേതാവ് KG മാരാർ? അതേ KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നതും മറക്കരുത്. പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചരണ പരിപാടിയിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തതും പിണറായി വിജയൻ നിഷേധിക്കുമോ? 1989 കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് CPM നേതാക്കളായ EMSും ജ്യോതി ബസുവും അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഗൂഗിളിൽ പരതിയാൽ കിട്ടും. ഈ വിപ്ലവ പാരമ്പര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ RSS ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ലെന്നും CPM വർഗീയതയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്നും പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് BJPയുമായി CPM സഖ്യമുണ്ടാക്കിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കിയതിനു പകരമായല്ലേ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിരുന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചത്? ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് സ്വകാര്യ വാഹനത്തിലെത്തി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPM RSS ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ശ്രീഎമ്മിന് പിണറായി വിജയൻ തന്നെയല്ലേ സർക്കാർ ഭൂമി പതിച്ചു നൽകിയത്? ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചിട്ട് മറുപടിയില്ലാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. തൃശൂർ പൂരം കലക്കി BJPയെ തൃശൂരിൽ ജയിപ്പിച്ച് പിണറായി വിജയൻ പാലിച്ചതോടെ കരുവന്നൂരിലെ ED അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ SFIO അന്വേഷണവും ഒക്കെ മരവിച്ചില്ലേ? ഇതൊക്കെ പൊതുമധ്യത്തിലുള്ള വസ്തുതകളാണ് മുഖ്യമന്ത്രി. പിന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിനെ കുറിച്ച് എങ്ങും തൊടാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശന വേദിയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. 2013 വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന P പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകം പ്രകാശന ചടങ്ങിലാണ് അച്യുതാനന്ദൻ പങ്കെടുത്തത്. ചടങ്ങിൽ P പരമേശ്വരനും ഉണ്ടായിരുന്നു. ഇതേ പുസ്തകം പല ജില്ലകളിൽ പ്രകാശനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ ക്ഷണപ്രകാരം ഞാനും പങ്കെടുത്തത്. വിവേകാനന്ദൻ ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞതും സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വവും രണ്ടാണെന്നാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്. പിന്നെ തലശ്ശേരി കലാപം, ആ കെട്ടുകഥ P.T. തോമസ് നിയമസഭയിൽ പൊളിച്ചടുക്കിയതല്ലേ?
PT-യുടെ പ്രസംഗം ഇപ്പോഴും സഭാരേഖയിലുണ്ടല്ലോ. കലാപത്തെക്കുറിച്ച് ജസ്റ്റിസ് വിധേയത്തിന്റെ റിപ്പോർട്ടിൽ 1972 ഫെബ്രുവരി 22 പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലോ കുഞ്ഞിരാമന്റെ പേരും ഉണ്ടായിരുന്നല്ലോ. സത്യം ഇതായിരിക്കെ ആരെ കബളിപ്പിക്കാനാണ് CPM ഇപ്പോഴും തലശ്ശേരി കലാപത്തെ ഉപയോഗിക്കുന്നത്? BJP-യെയും RSS-നെയും ഇന്ത്യയിൽ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധിയെ BJP-യെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരം അപമാനിച്ച ആളാണ് പിണറായി വിജയനും കേരളത്തിലെ CPM-ഉം. കോൺഗ്രസ് ഇല്ലാത്ത എന്ത് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ കുറിച്ചാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത്? സംഘപരിവാറിനെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട. അതിന് കേരളത്തിലെ CPM-നും വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല. ഇതായിരുന്നു സതീശന്റെ പോസ്റ്റ്. മുഖ്യമന്ത്രിയെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞത് മറക്കരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്.